പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും വേണ്ടിയുള്ള സ്ഥിരതാമസ സ്പോൺസർഷിപ്പ് വിസകൾ കാനഡ താൽക്കാലികമായി നിർത്തുന്നു. അപേക്ഷകരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണിത്. ഈ വർഷം മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും സ്ഥിരതാമസത്തിനായി സ്പോൺസർ ചെയ്യുന്നതിനുള്ള പുതിയ അപേക്ഷകളൊന്നും കാനഡ സ്വീകരിക്കില്ല. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് ഇക്കാര്യം അറിയിച്ചത്. പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് പ്രോഗ്രാമിന് കീഴിലുള്ള ഫാമിലി സ്പോൺസർഷിപ്പ് അപേക്ഷകൾ മാത്രമേ ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് ചെയ്യുകയുള്ളൂവെന്ന് പ്രഖ്യാപിച്ചു. 2025 പരമാവധി 15,000 സ്പോൺസർഷിപ്പ് അപേക്ഷകൾ പ്രോസസ് ചെയ്യാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. കാനഡയിൽ ദീർഘകാലത്തേക്ക് മാതാപിതാക്കളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കനേഡിയൻ പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കും ഒരു സൂപ്പർ വിസയ്ക്കായി സ്പോൺസർ ചെയ്യാൻ കഴിയും. ഇത് അവരുടെ ബന്ധുക്കൾക്ക് കാനഡയിൽ 5 വർഷം വരെ സന്ദർശിക്കാൻ അനുവദിക്കും. ഈ പ്രോഗ്രാമിൽ താൽപ്പര്യമുള്ള സ്പോൺസർമാരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ സ്പോൺസർ ഫോമിലേക്ക് താൽപ്പര്യം സമർപ്പിച്ച വ്യക്തികൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടെന്ന് അറിയിക്കാൻ ഒരു ലോട്ടറി സംവിധാനം ഉപയോഗിക്കുന്നു. 2020 മുതൽ 2024 വരെ ഫോമുകൾ സമർപ്പിച്ച സ്പോൺസർമാർക്ക് അധികൃതർ ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹിക സുരക്ഷാ ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തിങ്കളാഴ്ച ഒപ്പുവെക്കും. പൊതുമേഖലയിലെ 30 ലക്ഷം തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബില്ലിനാണ് ഇതോടെ നിയമസാധുത ലഭിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് സോഷ്യൽ സെക്യൂരിറ്റി ഫെയർനെസ് ആക്ട് പാസാക്കിയത്. പൊതുമേഖലാ ജീവനക്കാരുടെ റിട്ടയർമെന്റ് പേയ്മെന്റുകൾ വർദ്ധിപ്പിക്കുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി ഫെയർനെസ് ആക്ട്. ഇതാണ് ജോ ബൈഡൻ ഒപ്പുവെക്കുന്നതോടെ നിയമമാകുന്നത്. മുൻ പോലീസ് ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേനാംഗങ്ങൾ, അധ്യാപകർ എന്നിവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് പേയ്മെന്റുകൾ വർദ്ധിപ്പിക്കും. 10 വർഷത്തിനുള്ളിൽ $195 ബില്യൺ ചെലവ് രാജ്യത്തിന് വരും. പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന പഴയ വ്യവസ്ഥകൾ സോഷ്യൽ സെക്യൂരിറ്റി ഫെയർനെസ് ആക്ട് റദ്ദാക്കും. നിലവിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ പൊതുസേവന ജീവനക്കാർക്ക് മുഴുവൻ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും ലഭിക്കില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇസ്രായേലിന് $8 ബില്യൺ ആയുധം വിൽക്കാൻ പദ്ധതിയിട്ട് US. സഖ്യകക്ഷികൾക്കുള്ള പിന്തുണ നിലനിർത്താനാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം. ഗാസയിലെ യുദ്ധത്തിൽ 10,000-ങ്ങളെ കൊന്നൊടുക്കിയ സഖ്യകക്ഷിക്ക് പിന്തുണ നിലനിർത്തിക്കൊണ്ട് ജോ ബൈഡന്റെ ഭരണകൂടം ആയുധ വിൽപ്പന നടത്തുന്നു. ഇതു സംബന്ധിച്ച കരാറിന് ജനപ്രതിനിധി സഭയുടെയും സെനറ്റ് കമ്മിറ്റികളുടെയും അംഗീകാരം ആവശ്യമാണ്. യുദ്ധവിമാനങ്ങളും പീരങ്കി ഷെല്ലുകളും യുദ്ധോപകരണങ്ങളും കരാറിൽ ഉൾപ്പെടുന്നു. ഇത് സംബന്ധിച്ച അഭ്യർത്ഥനയോട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചിട്ടില്ല. പ്രതിഷേധക്കാർ മാസങ്ങളായി ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും US നയം മാറ്റമില്ലാതെ തുടരുന്നു. ഓഗസ്റ്റിൽ ഇസ്രായേലിന് $20 ബില്യൺ യുദ്ധവിമാനങ്ങളും മറ്റു സൈനിക ഉപകരണങ്ങളും വിൽക്കാൻ US അംഗീകാരം നൽകിയിരുന്നു. ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ തുടങ്ങിയ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ സഖ്യകക്ഷിയെ സഹായിക്കുമെന്ന് ബൈഡൻ ഭരണകൂടം പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ന്യൂസിലാൻഡ് വിസ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഇമിഗ്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനാണ് മാറ്റം നടപ്പിലാക്കുന്നത്. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ, സ്പെസിഫിക് പർപ്പസ് വർക്ക് വിസ റോളുകൾക്കുള്ള വേതനപരിധികൾ നീക്കം ചെയ്യുക, കുടിയേറ്റക്കാരുടെ ആവശ്യകത കുറയ്ക്കുക എന്നിവ പുതിയ നിയമമാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. തൊഴിലുടമകൾ ഇപ്പോഴും അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ, സ്പെസിഫിക് പർപ്പസ് വർക്ക് വിസ ജീവനക്കാർക്ക് അവരുടെ സ്ഥാനത്തിനും ജോലിസ്ഥലത്തിനും ഉള്ള മാർക്കറ്റ് നിരക്ക് പരസ്യപ്പെടുത്തുകയും വാഗ്ദാനം ചെയ്യുകയും വേണം. നിലവിലുള്ള തൊഴിൽ കരാറുകാരെ ഈ മാറ്റം ബാധിക്കില്ല. താമസത്തിനായി അപേക്ഷിക്കുന്നതിന് ഇത്തരം തൊഴിലാളികൾ നേടേണ്ട വേതനത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. മറ്റ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊപ്പം കുട്ടികളെ കൊണ്ടുവരാൻ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ കുടിയേറ്റക്കാർക്ക് പ്രതിവർഷം $55,844 ന്യൂസിലൻഡ് ഡോളറെങ്കിലും സമ്പാദിക്കേണ്ടതുണ്ട്. 2019 മുതൽ ഈ പരിധി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കുടിയേറ്റക്കാരുടെ വർക്ക് എക്സ്പീരിയൻസ് 3 വർഷത്തിൽ നിന്ന് 2 കുറയ്ക്കും. കൺസൾട്ടേഷനിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ കുടിയേറ്റക്കാർക്ക് മതിയായ വൈദഗ്ധ്യമുണ്ടെന്നത് ഇതുറപ്പാക്കുന്നു. പരിചയസമ്പന്നരായ തൊഴിലാളികൾക്ക് 3 വർഷത്തെ മൾട്ടി എൻട്രി വിസയും കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് 7 മാസത്തെ സിംഗിൾ എൻട്രി വിസയും അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് ഇന്ന് 15ാം പിറന്നാൾ. 2010 ജനുവരി 4-നാണ് കെട്ടിടം ലോകത്തിന് സമർപ്പിച്ചത്. 2004-ലാണ് ബുർജ് ഖലീഫയുടെ നിർമ്മാണം ആരംഭിച്ചത്. 2010 ജനുവരി 4-ന് വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചാണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 828 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ഉയരം. 163 നിലകളാണ് കെട്ടിടത്തിനുള്ളത്.
കോടിക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുക വഴി ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി ബുർജ് ഖലീഫ സ്ഥാനം ഉറപ്പിച്ചു. അതിസമ്പന്നർക്കാണ് കെട്ടിടത്തിന്റെ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കാനാകുക. ഇതുവരെ 980 കോടി ദിർഹമിന്റെ വിൽപ്പന നടന്നിട്ടുണ്ട്. 148-ാം നിലയിലും 125-ാം നിലയിലും സഞ്ചാരികൾക്കായി പ്രത്യേക നിരീക്ഷണ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ദുബായ് നഗരം മുഴുവൻ കാണാനാകും. ഇതിനായി ഫീസ് അടയ്ക്കണമെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിക്ഷേപം ആകർഷിക്കാൻ സ്വകാര്യ മേഖലയ്ക്കൊപ്പം സംസ്ഥാനങ്ങൾ കർമ്മ പദ്ധതികൾ വികസിപ്പിക്കണമെന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. AI, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക നഗരതലത്തിലുള്ള ലോജിസ്റ്റിക് പ്ലാനുകൾ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ലോജിസ്റ്റിക്സ് എക്സലൻസ് അഡ്വാൻസ്മെന്റ് പെർഫോമൻസ് ഷീൽഡിന്റെ അനുമോദന ചടങ്ങിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. ഗ്രീൻ ലോജിസ്റ്റിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ, തൊഴിലാളികളെ ഉൾപ്പെടുത്തൽ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ സുഗമമാക്കൽ എന്നിവയിൽ അദ്ദേഹം ഊന്നൽ നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ പുത്തൻ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നത് ഭാവിയിൽ മികച്ച വിജയം കൈവരിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോജിസ്റ്റിക്സ് മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് നൈപുണ്യ വികസനത്തിനും മന്ത്രി ഊന്നൽ നൽകി. ലോജിസ്റ്റിക്സ് മേഖലയിൽ സ്ത്രീകളുടെ കൂടുതൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണമെന്നും മികച്ച വിജയത്തിനായി സംസ്ഥാനങ്ങൾ പൊതു-സ്വകാര്യ പങ്കാളിത്തം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോകൾക്കായി മൾട്ടി മോഡൽ ഹബ്ബുകൾ നോക്കാനും സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും ബിഡിംഗ് മോഡലിലൂടെ ഭൂമി ലഭ്യമാക്കാനും അദ്ദേഹം സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.